ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടിപ്സുമായിട്ടാണ് വരുന്നത്. ബാറ്ററി എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത്. ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻവെർട്ടർ ബാറ്ററി നമ്മൾ കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വാഹനങ്ങളുടെ ബാറ്ററികൾ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അതായത് ഉപയോഗശൂന്യമായ ബാറ്ററി എങ്ങനെ നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്ത് കൊണ്ടുവരാം എന്നതിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ വീടുകളിൽ സാധാരണ ഇപ്പോൾ എല്ലാ വീടുകളിലും ഒരു ബൈക്ക്, 2 ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറ് ഒക്കെ സാധാരണ എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ കാറ് ചിലപ്പോൾ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ എടുക്കുന്ന സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ ബാറ്ററികൾ വളരെ പെട്ടെന്ന് കേടായി പോകുന്ന ഒരു സംഭവം ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയും അത് ബാറ്ററി കാലത്തൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാൽ മതി, ബാറ്ററി വീണ്ടും പഴയ രീതിയിലേക്കാവുമെന്നാണ് പറയുന്നത്. പക്ഷേ ബാറ്ററി സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ബാറ്ററിയുടെ ആ പവർ കുറയാണ് ചെയ്യുന്നത്. അതായത് ബാറ്ററികൾക്ക് ഒരു റീസൈക്ലിംഗ് ഉണ്ട്. അതായത് 2 വീലർ ബാറ്ററികൾക്ക് നമ്മൾ ഇത്ര ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ആ ഒരു സൈക്കിള്, അതായത് ഒരു സൈക്കിൾ എന്ന് പറയുക, ചാർജിങ്ങും ഡിസ്ചാർജിങ്ങുമായിട്ട് ഒരു സൈക്കിൾ, അങ്ങനെ കുറച്ച് പർട്ടിക്കുലർ സൈക്കിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻറ്റ് വരും. അതാണ് ചില സ്ഥലങ്ങളിൽ ഈ കറണ്ട് കട്ട് കൂടുതലുള്ള ഏരിയയിലൊക്കെ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഡിസ്ചാർജിങ് വളരെ നന്നായി നടക്കുന്ന സ്ഥലങ്ങളിൽ വളരെയധികം കംപ്ലൈൻറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ വാഹനങ്ങളുടെ ബാറ്ററികൾ സംഭവിക്കുന്നത്. കാറിൻ്റെ ബാറ്ററി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ആദ്യത്തെ സൈക്കിൾ വരുന്നത്. പിന്നെ അത് ചാർജ് ചെയ്യാൻ വണ്ടി ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ചാർജിങ് നടക്കുള്ളൂ. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വിടുന്നൊരു പ്രവണത എല്ലാവരിലും കാണുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ബാറ്ററി പവർ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴേക്ക് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി ഒരു കാരണവശാലും വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ടരുത് ഡെയിലി. അത് ബാറ്ററി കംപ്ലൈൻറ്റ്സ് കൂടുകയാണ് ചെയ്യുക. കാറിൻ്റെ ബാറ്ററി ആയിരുന്നാലും നമ്മൾ അതിൻ്റെ ടെർമിനൽ ഒന്ന് വെടിയിച്ചിടാം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടായ ചാട്ടാവും. അല്ല ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ആ ബാറ്ററി ഒന്ന് കൊണ്ടുപോയി ചാർജ് ചെയ്യാം, എന്നിട്ട് ഉപയോഗിക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ ലൈഫ് കൂടും. അല്ല നമ്മൾ ഈ ഡെയിലി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ആ റീസൈക്ലിങ് ആ ടൈം കഴിയുമ്പോഴും ബാറ്ററി പെട്ടെന്ന് വീക്കായിക്കൊണ്ടിരിക്കും. നമ്മൾ മാക്സിമം ഗ്രാവിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ബാറ്ററി നമ്മൾ സ്റ്റാർട്ടാക്കുന്നത്. അപ്പോൾ ആ ബാറ്ററി കംപ്ലൈൻറ്റ് കൂടും. പെട്ടെന്ന് 2 കൊല്ലം കഴിഞ്ഞാൽ, പുതിയ ബാറ്ററിക്ക് 2 കൊല്ലം കഴിഞ്ഞാലൊക്കെ പോകുന്നൊരു പ്രവണതയുണ്ട്. പരമാവധി ബാറ്ററികൾ ടെർമിനൽ വെടിയിച്ചിടാം. ഏതെങ്കിലും ഒരു ടെർമിനൽ വെടിയിച്ചിടുക. ആവശ്യമാകുമ്പോൾ അത് കണക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ബെറ്ററായ ഓപ്ഷൻ അതൊന്ന് ചാർജ് ചെയ്തതിന് ശേഷം വണ്ടിയിൽ വെച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബാറ്ററിയുടെ ലൈഫ് വളരെ നല്ലത് കൂടും. പിന്നെ നമ്മൾ ഉപയോഗശൂന്യമായി കളയുന്ന ബൈക്കിൻ്റെ ബാറ്ററികൾ പണ്ടുണ്ടായിരുന്നത് വാട്ടർ ഒഴിച്ച് ചാർജ് ചെയ്യുന്ന ടൈപ്പ് ബാറ്ററികളായിരുന്നു. അത് നമുക്ക് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത് കാണാം. കുറേ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ബാറ്ററിയാണ്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററികളാണ്, സീൽഡ് മെയിൻ്റനൻസ് ആണ്. അത് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കളയാം, പുതിയ ബാറ്ററി മേടിക്കാം. ആ ബാറ്ററിയെ നമുക്ക് എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ടിപ്സാണ് അടുത്ത വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാൻ ആ ബാറ്ററി നമുക്ക് എങ്ങനെ റിട്ടേൺ ചെയ്ത് കൊണ്ടുവരാം. അതായത് കംപ്ലൈൻറ്റുള്ള ബാറ്ററികളില്ല, താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്കെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ട്രിക്ക് ഉണ്ട്, അത് ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിടുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള ടിപ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.